നമസ്കാരം. ഇന്ന് നമ്മുടെ സാധാരണ ഒരു ടോപ്പിക്ക് തന്നെയാണ്, എങ്കിൽ കൂടിയും ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. നേരത്തെ നിങ്ങൾ കണ്ട് മറന്ന ഒരു റെസിപ്പിയുടെ ഒരു ബാക്കി പത്രമാണ്, എങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട് ഇതിനകത്ത്. മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ടോണിക്കാണ്. ഈ ഹെയർ ടോണിക്ക് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചില വ്യത്യാസങ്ങൾ ഇന്നത്തതിൽ ഉണ്ട് എന്ന് മാത്രം. എങ്കിലും ഇത് മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഹെയറിൻ്റെ കാര്യങ്ങൾ ഇപ്പം പല പ്രാവശ്യമായിട്ട് നമ്മൾ ഹെയർ ടോണിക്ക് മാത്രമല്ല ഹെയർ പാക്കുകൾ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും എഫക്റ്റീവായി കിട്ടുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട്. വളരെ സന്തോഷം. പിന്നെ എന്നാലും ചില നെഗറ്റീവ് റിമാർക്സ് കാണാറുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈ നെഗറ്റീവ് റിമാർക്സ് എന്ന് പറയുമ്പോൾ അത് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഇടുമ്പോഴത്തേക്ക് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് മുടി ഇങ്ങനെ കൊഴിയുന്നു എന്നുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം. പല കാരണങ്ങളാണ്. തൈറോയിഡിൻ്റെ പ്രശ്നമായിരിക്കാം, വൈറ്റമിൻ ഡിയുടെ പ്രശ്നമായിരിക്കാം, പ്രമേഹമായിരിക്കാം, BP-യുടെ പിന്നെ മെഡിസിൻസ് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. പിന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് വലിയൊരു കാറ്റഗറി തന്നെ കിടപ്പുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം, ഇതിലെല്ലാം തന്നെ മുടി കൊഴിച്ചിൽ വളരെ ഒരു ആഗോള പ്രശ്നം പോലെയാണ്. കൊച്ചു കുട്ടികളുടെ തലയിൽ ഒരു മുടിയില്ല. അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അമ്മയുടെ തലയിൽ മുടിയുണ്ട്, കുട്ടിയുടെ തലയിൽ മുടിയില്ല. അത് എങ്ങനെയാണ് വളരെ ഒരുമിച്ചാണ് ഇളകിപ്പോകുന്നത്. ഈയിടെ മലപ്പുറത്ത് നിന്നും ഒരു കുട്ടിയെ കൊണ്ടുവന്നു. അതിൻ്റെ തലയിൽ കംപ്ലീറ്റ് മുടി ഒരുമിച്ച് ഇളകിപ്പോയിട്ട് നരച്ച മുടിയാണ് രണ്ടാമത് വന്നത്. ഇതുപോലുള്ള കേസസ് ഞാൻ വളരെ അപൂർവമായിട്ട് കണ്ടത്. പിന്നെ രണ്ടാമത് വേറൊരു കുട്ടിയെ അതുപോലെ കൊണ്ടുവന്നു. ആ നരച്ച മുടി ശരിക്ക് ഒരു 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് കളർ മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം തന്നെ നാച്ചുറൽ പ്രോസസ്സിലൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഈ ഹെയർ പാക്കും അതുപോലെ ഹെയർ ഓയിലും പിന്നെ ഉള്ളിൽ നമ്മൾ കുറച്ചുകൂടെ ഈ ഇമ്മ്യൂണിറ്റി പ്രശ്നമാണ്, ഇവിടെ ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം കറക്ഷന് വേണ്ടിയിട്ടുള്ള ചില നാച്ചുറൽ ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സും ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ വരുമ്പം ആദ്യമായിട്ട് ഞാൻ കാണുകയാണ് ആ കുട്ടിയുടെ ഇങ്ങനത്തെ കേസസ് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല മുന്നേ. പക്ഷേ അതൊക്കെ ശരിയായി വരുന്നുണ്ട്. അത് വളരെ സന്തോഷം. അപ്പോൾ അവർ അതിൻ്റെ ഫോട്ടോസും ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ ഇതുപോലെ ഹെയർ പാക്ക് ഇടുന്നവർക്ക് തന്നെ ഉള്ള ഒരു ഹെയർ ടോണിക്കാണിത്. മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. നല്ല കട്ടിയുള്ള മുടിയും നീണ്ട മുടിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ചെയ്യുമ്പം ശരിയായില്ല എന്ന് വിചാരിച്ച് നിർത്തിക്കളയരുത്. കുറേ ഒരു റിപ്പീറ്റഡായിട്ട് ചെയ്യേണ്ടതാണ്. ഈ ഹെയർ ടോണിക് എന്ന് പറയുന്നത് ഇത് തയ്യാറാക്കി ഒരു സ്പ്രെയർ ബോട്ടിലിൽ എടുത്ത് വെച്ചിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ അടിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അത് അവിടെ കിടക്കണം, എടുത്ത് കഴുകാനുള്ളതല്ല, അവിടെ അത് ഉണങ്ങി അങ്ങ് പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 75-80 ഗ്രാമുള്ള ഒരു സവാള. പിന്നെ ഒരു 3 സവാളയുടെ തൊലിയാണ്. ഇത് നിങ്ങളെടുത്ത് കളയുന്നതല്ലേ, അപ്പോൾ ഇത് ഇനി ഇങ്ങനെ ഉപയോഗിക്കാം. 3 സവാളയുടെ തൊലി വൃത്തിയായി കഴുകിയെടുത്തത്. പിന്നെ റോസ്മേരി 1 ടേബിൾ സ്പൂൺ റോസ്മേരി ലീഫ്, ഉണക്ക റോസ്മേരി ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ വേറെ ഒരു ഹെയർ ടോണിക്കിലും ഉപയോഗിച്ചതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണങ്ങിയ റോസ്മേരിയുടെ ഇല, 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ പൊടി, 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി, ഇത്രയും. അതുപോലെ വെള്ളം 1/2 ലിറ്റർ. ഇത്രയുമാണ് നമുക്ക് ഹെയർ ടോണിക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. 1/2 ലിറ്റർ വെള്ളം ചേർക്കാം. ഇതിലേക്ക് സവാളയുടെ തൊലി, സവാള അരിഞ്ഞത് ചേർക്കുന്നു. റോസ്മേരി ലീഫ്, ഗ്രാമ്പു 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, റോസ്മേരി 1 ടേബിൾ സ്പൂണാണ്.
തേയില 2 ടേബിൾ സ്പൂണാണ്. ഒരു 20 മിനിറ്റ് തിളപ്പിക്കണം. ഇനി കോഫി പൗഡർ ഇത് തയ്യാറാക്കി കഴിഞ്ഞ് അവസാനം ഒഴിച്ചാൽ മതി. ഇതിനോടൊപ്പം ചേർക്കണ്ട. അവസാനം തിളച്ച് നമ്മൾ ഇറക്കി വെച്ചിട്ട് കോഫി പൗഡർ വെള്ളത്തിൽ അലിച്ചത് ചേർക്കാം. ഏകദേശം ഹെയർ ടോണിക്കിൻ്റെ പാചക സമയം കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റായി. നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കോഫി പൗഡർ ചേർക്കും. കളറ് കണ്ടോ? നല്ല കളറ്. ഇതാണ് ഒറിജിനലായിട്ടുള്ള ഒരു ഹെയർ ടോണിക്കാണിത്. വളരെ പ്യുവർ ആൻഡ് നാച്ചുറൽ ഹെയർ ടോണിക്. ഇത് ഇതാണ് ഇതിൻ്റെ കളറ്. ഒറിജിനൽ നല്ല ടീയുടെ നല്ല ഒരു എന്താ തേയില വെള്ളം പോലെ ഇരിക്കുകയാണ്. പക്ഷേ മറ്റുള്ളതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ മറ്റേ ചേരുവകളൊക്കെ നന്നായിട്ട് ഇതിനകത്ത് യോജിച്ചിട്ടുണ്ട്. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് അലിഞ്ഞ് നമ്മുടെ ഈ വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട്. ഇനി ഇതിപ്പം തണുക്കുമ്പോൾ അരിച്ചെടുക്കുക. അരിച്ചിട്ട് ഒരു ബോട്ടിൽ, സ്പ്രെയർ ബോട്ടിലായിരിക്കണം, സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലിൽ ഒഴിച്ച്. ഇത് ചൂടോടെ ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാത്തത്. ഒഴിച്ച് വെച്ചിട്ട് ഇത് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനടുത്ത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹെയർ ഓയിൽ, ഞാൻ പറഞ്ഞ ഒനിയനും ടീ പൗഡറും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കത്തില്ലായിരുന്നോ നമ്മൾ? മുടി വളർച്ച 1 മാസത്തിൽ തെളിവുകൾ സഹിതം ഡോക്ടറുടെ ഒറ്റമൂലി. അത് നിങ്ങൾ ആ എണ്ണ തയ്യാറാക്കി തലയിൽ പുരട്ടുക. പുരട്ടി മസാജ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഹെയർ പാക്ക് ഇടണം. ഹെയർ പാക്കിൽ എന്തൊക്കെയാണ്? ഏത്തപ്പഴം, നല്ല പഴുത്തൊലഞ്ഞ ഏത്തപ്പഴം ഒരെണ്ണം, മുട്ട, അതിൻ്റെ കൂടെ ഗ്രാമ്പു പൗഡർ, കോഫി പൗഡർ, ഇത്രയും കൂടെ അടിച്ച് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് അതിനകത്ത് വേണമെങ്കിൽ മുരിങ്ങയിലയുടെ ജ്യൂസ് ചേർക്കാം, കുറച്ച് കറിവേപ്പിലയുടെ ജ്യൂസ് ചേർക്കാം, അതും കൂടെ ചേർക്കാൻ വേണം. അതിൻ്റെ കൂടെ അടിച്ചാലും മതി. എന്നിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ നിന്ന് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഷാമ്പു, ഓർഗാനിക് ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം അത് പിന്നെ മുടി ഉണങ്ങി കഴിയുമ്പോഴാണ് ഈ ഹെയർ ടോണിക്ക് അടിക്കേണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ പണി. അപ്പോൾ ഹെയർ ടോണിക്ക് അടിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇട്ടേക്കുക. പിന്നെ ഉടനെ കഴുകാനൊന്നും പോകണ്ട. നന്നായിട്ട് പിടിക്കാൻ ഡ്രൈ ആവണം. പിന്നെ പിറ്റേ ദിവസം കഴുകി കളഞ്ഞാലും മതി. എല്ലാ ദിവസവും ചെയ്ത് വളരെ നല്ലത്. മുടി തീരെ ഇല്ലാത്തവർ എല്ലാ ദിവസവും ചെയ്ത് നോക്കുക. പിന്നെ ഒരുവിധം മുടിയൊക്കെ ഉള്ളവർ ചെറിയ ഹെയർ ഫോളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉള്ളി എന്ന് പറയുക, ഒനിയൻ എന്ന് പറയുക, ക്യുർസെറ്റിൻ എന്ന് പറയുക ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. ഉള്ളിയുടെ തൊലിയിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ്. അതോടൊപ്പം സവാളയും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. രണ്ടിൻ്റെയും കൂടെ എഫക്റ്റ് ഒരുമിച്ച് ആഡ് ചെയ്താണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടായിരിക്കും. പിന്നെ ഗ്രാമ്പൂ പൊടിച്ചത് നമ്മൾ മറ്റേ പാക്കിലിടുന്നത് പോലെ തന്നെ ഗ്രാമ്പൂ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ടീ പൗഡർ ചേർത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ റോസ്മേരിയുടെ കാര്യം പറയാനുമില്ല. രക്തഓട്ടം നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഹെയർ ഫോളിക്കിളിലേക്ക് രക്തഓട്ടം കൂട്ടാനായിട്ട് ഏറെ സഹായിക്കുന്നതാണ് ഈ ഇൻഗ്രീഡിയൻസൊക്കെ, പ്രത്യേകിച്ചും റോസ്മേരി. അതുകൊണ്ട് തന്നെ മുടി വളർച്ച വളരെ ത്വരിതഗതിയിലാവുകയും മുടി നല്ല കട്ടിയുണ്ടാവുകയും ഹെയർ ഫോൾ കുറയുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ കോഫി പൗഡർ, ഇതെല്ലാം തന്നെയും എക്സലൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.